10 മിനിറ്റിൽ ഇവിടെ ഒരു വെറൈറ്റി സദ്യ ഒരുങ്ങാൻ പോവാ. നോൺ വെജ് സമുദ്ര സദ്യ ഇവിടെ ഒരുങ്ങാൻ പോവാ. അത് പറഞ്ഞില്ലേ നാളെ തുറക്കാം. വിലവെടുപ്പുള്ള ഒരു പാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ വീട്ടിലിരുന്ന് 10 മിനിറ്റിൽ ഒരുങ്ങാൻ ഒരു കിടിലൻ സദ്യ. വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ഇന്ന് ഉച്ചക്ക് ഊണില്ല കേട്ടോ. അല്ല ഊണുണ്ട്, ഊണുണ്ട്. ഇനി ഏറ്റവും കോംപ്ലിക്കേഷൻ ഉള്ളത് അമ്മയ്ക്ക് കേട്ടോ. ഇടി അധികം വലിച്ചാലേ ഇത് കുട്ടി പോന്നാ തുറക്കാൻ പറ്റുന്ന എന്നാ പെടും. ഇത് കാണിക്കാൻ വന്നതല്ല കേട്ടോ. വയറ് നീണ്ടു കിടക്കണ കണ്ടോ? ഈ കുവൈറ്റിൽ കണ്ടൊരു സ്ഥലമില്ല അങ്ങനെ കേരളത്തിന്റെ പേരിന്. അതെന്നാ ഒരു ഇന്റർനാഷണൽ വുമണാണ്. അപ്പൊ നമുക്ക് ഇവിടെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര ഫെമിലിയർ ആണ്. ഏറ്റവും താഴത്തേക്ക് വേണമെങ്കിൽ എനിക്ക് പോകാം. അതുപോലെ ഞങ്ങളുടെ ഈ സമുദ്ര സദ്യ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതി വന്നോ? എന്നാ ഇന്ന് പരിപാടി? പിന്നെ രാവിലത്തേക്ക് കഴിഞ്ഞപ്പോഴേ പല പ്രാവശ്യം കയറി ഉറങ്ങൊക്കെ ചെയ്ത് മഹാ ഒരു മടുപ്പ്. മുകളിലേക്ക് ഡ്രസ്സ് ഓടിന്റെ മുകളിലേക്ക് ഇടാം. വെയിലും ഇതും തെളിയുമ്പോ ഓടിന്റെ മുകളിലേക്ക് ഇടും. അപ്പൊ ഞാനിപ്പോ മണി 11:15 ഞാനൊക്കെ ഓർത്തു ഇച്ചിരി ഏത്തക്കായും അച്ഛൻ ഞങ്ങളെ വേവിച്ചിട്ടുണ്ട്, അത് വളർത്താം. പിന്നെ പിക്കിളിരിപ്പുണ്ട്. പിന്നെ ഞാൻ ഓർക്കും എന്നാ വേണ്ടേന്ന്. അപ്പൊ എനിക്ക് തോന്നി ഒരു ഉപ്പുമാങ്ങ ഉണ്ടല്ലോ, ഏതായാലും അതെടുത്ത് കാന്താരിമുളക് ഇരിപ്പുണ്ടല്ലോ പൊട്ടിച്ച് ചുമന്നുള്ളിയും ചാലിച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാന്ന്. എന്നാലേ താല്പര്യമല്ലേ അങ്ങനെ എടുക്കാന്ന് ഓർത്താണ് ഇതുവരെ ഇരിക്കുന്നത്. അപ്പൊ ആ കറി ഉലർത്താൻ ഉള്ളിയൊക്കെ നന്നാക്കി കുഞ്ഞോള് വന്നപ്പോ നന്നാക്കി ഇരിപ്പുണ്ട്, ചതയ്ക്കാന്ന് ഓർത്തിരിക്കുക. എന്നാലേ അതൊന്നും വേണ്ട. ഉച്ചക്ക് ഉണ്ണണ്ടേ? നമുക്ക് ശരവണ ആര്യ അങ്ങനെയുള്ള ഉടുപ്പിയിലെല്ലാം പോകാനുള്ള പരിപാടി അതൊന്നുമില്ല. അപ്പനും മകളും കൂടെ ചിലപ്പോ അങ്ങനെ നമുക്ക് പറയും ഉച്ചയാകുമ്പോ നമുക്കൊന്ന് ഉടുപ്പി പോകാം അല്ലെങ്കിൽ ശരവണയെ പോകാന്ന്. 10 മിനിറ്റിൽ ഇവിടെ ഒരു വെറൈറ്റി സദ്യ ഒരുങ്ങാൻ പോവാ. അതും ഒരു പച്ചക്കറി സദ്യ അല്ല, ഒരു നോൺ വെജ് സമുദ്ര സദ്യ ഇവിടെ ഒരുങ്ങാൻ പോവാ. എന്നാന്നൊന്ന് നോക്കണ്ട. ഇവിടെ വന്ന് നോക്കിയേ ഇരിക്കണ പാക്കറ്റ് ഇല്ല. പക്ഷെ കൊറിയർ വന്നില്ല. ഇന്നലെ നമ്മളൊരു അൺബോക്സിങ് കാണിക്കാൻ ശ്രമിച്ചത് ഓർക്കണുണ്ടോ? എന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ നാളെ തുറക്കാം. വിലവെടുപ്പുള്ള ഒരു പാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. പാക്കറ്റും പിന്നെ ഒരു വെറും പ്ലെയിൻ ഡപ്പ. അന്നേരം എന്നോട് പറഞ്ഞു വിലപിടിപ്പുള്ള ഒരു സംഭവം കസ്റ്റഡിയിലുണ്ട്, അത് ഓപ്പൺ ചെയ്യുമ്പോ കാണിക്കാതെ. അപ്പൊ നീ പുറത്തു പോയി എടുത്തതായിരിക്കും. നമുക്കൊന്ന് കാണിച്ചു തുടങ്ങാതെ വന്നേ. എവിടെയാ ഇരിക്കണേന്ന് നോക്കിയേ. പക്ഷെ ചോറ് വേണോട്ടോ. ചോറ് അതിനകത്തില്ല. കറി വേറെ ഒന്നും വേണ്ട. ദേ ഇരിക്കണ ആ സാധനം അതൊന്നും അല്ല. അതാണ് ആ സാധനം. നോക്കണമല്ലോ മാറ്റിട്ടോ സംഭവങ്ങള്. ശരി, ഇവിടെ പലതും ഇരിപ്പുണ്ട്, ഓരോരുത്തരുടെ ഓരോ സംഭവങ്ങള്. ഈ കിറ്റാണല്ലേ ആ കിറ്റാ? ഈ കിറ്റാണ് ആ കിറ്റ്. ഇന്നലെ നീ പറഞ്ഞു അത് പിന്നെ അൺബോക്സിങ് നടത്താൻ വിലപിടിപ്പുള്ള ഒരു സംഭവമാണ്. ഇതെനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ഓർത്തേ അന്നേരം ഞാൻ ചോദിച്ചില്ലേ കളിച്ചിട്ട് നീ മേടിച്ചു തന്നല്ലോ, വിലപിടിപ്പുള്ളതെന്ന് ചോദിച്ചാൽ തുറക്കുമ്പോ കാണിക്കാന്ന് പറഞ്ഞു. അതെ, ഏതായാലും നമ്മള് 3 ലക്ഷമൊക്കെ അടിച്ചിരിക്കുവല്ലേ. അപ്പൊ ഇന്നൊരു വെറൈറ്റി സദ്യ തന്നെ ആവട്ടെ, നോൺ വെജ് സദ്യ, അതായത് സമുദ്ര സദ്യ. എന്തായാലും പുറത്തൊന്നും പോയി നമ്മള് സദ്യ കഴിക്കുന്നില്ലല്ലോ. അപ്പൊ വീട്ടിലിരുന്ന് 10 മിനിറ്റിൽ ഒരുങ്ങാൻ ഒരു കിടിലൻ സദ്യ. തുറന്നോ. എന്നാക്കിയാന്ന് ഓരോന്ന് എടുത്ത് കാണിച്ചോ. ഫിഷ് കറി. ഓ നെയ്മീന്റെ നെയ്മീനല്ലേ? അതെ. സീർ ഫിഷ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മീൻ പാലുകറിയാണ്. പാലുകറിയല്ലേ? ഇത് ഫിഷ് ബുർജി അങ്ങനെ വെച്ച എന്നെ പോലും അതെന്നാന്ന് എനിക്കും അറിയില്ല. പീരയല്ല, ഫിഷ് ബുർജി. ആ തുറക്കുമ്പോ നോക്കാം. അങ്ങനെയാണ്. ഇപ്പൊ 2 എണ്ണം. അത് രണ്ടും ടേസ്റ്റി കേട്ടോ.
ഇതും ടേസ്റ്റ് തന്നെയാണല്ലോ. ആ ഇത് മുളക് കറി, ചില്ലി മുളക് ഇട്ടത്. മുളക് ചാറ് മീൻ കറിയുടെ. ഇതെന്നാ ഫിഷ് റോസ്റ്റ്. അതെന്നാന്ന് തുറക്കുമ്പോ കാണിക്കാം. നമ്മൾ ഈ മോഡൽ കഴിഞ്ഞ പോലെ മേടിച്ചിട്ടില്ല. ഇല്ല. അതുകൊണ്ട് എന്നാന്ന് അത്രയ്ക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ സ്ക്വിഡ് തോരൻ. അതാ കണവ, കൂന്തല. അതെ. നമ്മളൊരു പ്രാവശ്യം റോസ്റ്റ് ചെയ്തായിരുന്നു. അതിന്റെ തോരനാ അല്ലേ? അപ്പൊ 3 എല്ലാം ടേസ്റ്റി ആണല്ലോ. പ്രോൺസ് ചെമ്മീനും മാങ്ങി. ഇന്നലത്തെ നമ്മുടെ മാങ്ങാത്തലിയും ചെമ്മീനും. ഞാൻ പറഞ്ഞില്ലേ ചെമ്മീനും മാങ്ങയുടെ കളറാണ്. പിന്നെ വേറെ ഏതാണ്ട് 2 കൂടെ ഉണ്ട്, നിങ്ങള് നോക്കാം. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഞാൻ കറി ഒരുക്കണ്ടാവും. പറ്റിച്ചു വെച്ചത് വൈകിട്ട് ഉലർത്താം. വൈകിട്ട് മസാല പ്രോൺസോ നക്കച്ചെമ്മീൻ വറുത്തത്. അത് ഇവിടെ അപ്പയുടെ മക്കളുടെ ഫേവറേറ്റാ. ഓപ്പൺ ഹീറ്റ് ആൻഡ് ഈറ്റ്. ടേസ്റ്റി നൂഡിൽസ് കേരള ഫിഷ് കറി. അത് എനിക്ക് തേങ്ങാപ്പാലാണോ തേങ്ങ അരപ്പാണോ പൊട്ടിക്കുമ്പോ കാണിക്കും. ചൂടാക്കി എടുക്കണം അല്ലേ? എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത് ബില്ല. ബില്ല് വായിച്ചേക്കാം. ബില്ല് ചിലത് ലുലുന്നും ചിലത് പോത്തീസിന്നും ചിലത് ഓൺലൈനിൽ നിന്നോ വരുത്തിച്ചേക്കണേ. അതുകൊണ്ട് ബില്ല് ഒരുമിച്ച് അതിനകത്തില്ല, പല പല സ്ഥലത്തായിട്ട് ബില്ല് ഇരിക്കണേ. ഞാൻ പറയാം മൊത്തം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരും റേറ്റ്? 1500 അപ്രോക്സിമേറ്റ് വരും. ഞാൻ ചോദിച്ചതാ. എല്ലാം പക്ഷെ ടേസ്റ്റിയുടെ ആണ്. അതെ. ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ, പൈസ കൊടുത്ത് മേടിച്ചത്. അതെ, ഇതില് കുറച്ച് ഓൺലൈൻ വന്നതിന്റെ ബില്ലും ഇതിൽ കിടപ്പുണ്ട്. പല സ്ഥലത്തും എന്നിട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ് റൂമില്. ഒന്നിച്ചാക്കി വെച്ചേച്ച് എന്നോട് പറഞ്ഞ വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടെന്നാ. ഇപ്പഴെനിക്ക് മനസ്സിലായത് ഇതാണ്. നമുക്ക് ഒരേ സംഭവം ചെയ്യാം. ഇതില് എഴുതിയ പ്രകാരം പാക്കറ്റ് തന്നെ വെള്ളത്തിലിട്ട് ചൂടാക്കുക നോക്കട്ടെ എങ്ങനെയാന്ന്. പ്രാവശ്യം ചെയ്തെങ്കിലും മറന്നുപോയി. ആ രീതിയിൽ ആദ്യം ചൂടാക്കി ഡിഷുകളിലാക്കി വെക്കാം. എന്നിട്ട് പിന്നെ ചോറ് തിളപ്പിച്ച് ശരിയാക്കണം. ഓരോന്നും ചൂടാക്കി വരുമ്പോഴത്തേക്കും ടൈം എടുക്കും. അത് ചെയ്യാം. ഞാനിനി വേറെ കറി നോക്കണ്ടല്ലോ, വേണ്ട. ചോറ് ഞാൻ ഇതാക്കിയിട്ടുണ്ട്, തിളപ്പിച്ച് വാർത്താ മതി. അപ്പൊ ഇത് തന്നെ മേടിക്കാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഇല്ല. ജാപ്പനീസ് റിട്ടോ ടെക്നോളജി മൂലം പാക്ക് ചെയ്തിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കിനി കഴിക്കാം. എത്ര കൂട്ടം കറിയുണ്ട്? 1 2 3 4 5 6 7 8 8 കൂട്ടം സമുദ്ര സദ്യയാണ് ഇന്നുള്ളത് കേട്ടോ. കറിയോടുകൂടിയുള്ള സമുദ്ര സദ്യ. ചോറോടുകൂടി 9 കൂട്ടം, ഉപ്പോടുകൂടി 10 കൂട്ടം. 8 കൂട്ടം ചോറ് നമ്മളുണ്ടാക്കണം. അത്രേ ഉള്ളു വ്യത്യാസം കേട്ടോ. അതെ, ചോറായി വാർത്താ മതി. ആർ യു ഹാപ്പി? പിന്നെ എനിക്ക് ഹാപ്പിയൊക്കെയാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഇതെല്ലാം കഴിക്കാം. എനിക്ക് മീനൊന്നും അധികം കഴിച്ചപ്പോ വയറത്ര ശരിയല്ല. അതുകൊണ്ട് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യാൻ എടുക്കാം. പിന്നെ നീ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി സദ്യ കാണിക്കുക. ഇനി എനിക്കൊരു വെജ് സദ്യ കാണിക്കാം. പക്ഷെ ഇതിന്റെ ഒന്നും വേണ്ട, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടത് ഓണത്തിനോടനുബന്ധിച്ച്. അത് ശരി, ഒരു വെജ് സദ്യ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഒരുക്കാൻ കേട്ടോ. ഞങ്ങൾ എന്നാ മനസ്സിലിരിക്കുന്ന ആഗ്രഹം. അപ്പൊ ഓണം എത്തുന്നതിന് മുമ്പേ നമുക്കൊരു സമുദ്ര സദ്യ ഇവിടെ ആദ്യം കഴിക്കാം. നിർവൃതി അടയാ. എങ്ങനെയുണ്ടെന്നൊന്നും അറിയണമല്ലോ. കഴിഞ്ഞ തവണ കഴിച്ചതാ, പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണത്തെ കറികളല്ല ഇത്തവണ ഉള്ളത്. ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമുണ്ട്. ഒക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തു. പിന്നെ അല്ലാതെ പലതരത്തിലുള്ള കറികളും വ്യത്യസ്തതയുള്ളതാ. പുതിയ കറികളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം, ഞാൻ ഓർക്കണ്ട. ചെമ്മീൻ വറുത്തത് പുതിയത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഞാൻ കൊഴുവ മത്തി ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം കഴിഞ്ഞ ഓണം അത് ഉണ്ടായിരുന്നു. പിന്നെ മീൻ പീര ഞാൻ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പകരം സ്ക്വിഡ് തോരനാണ്. കാരണം മീൻ പീര കഴിഞ്ഞ ഓണം ഉണ്ടായിരുന്നതാ. അപ്പൊ കഴിഞ്ഞ ഓണത്തെ പോലെ തന്നെ ഇത്തവണ ചെയ്ത വ്യത്യസ്തത ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പുതിയ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു. അതാണ് സംഭവം. ഇനി നമുക്ക് ഓരോന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം പതുക്കെ. നോക്കട്ടെ കേട്ടോ. കഴിഞ്ഞ പോലത്തെ ഞാൻ മറന്നുപോയി എങ്ങനെയാ ചെയ്യണേന്നുള്ളത്. 3 രീതിയിൽ ഇത് ചെയ്യാം. ഇത് മതി, അറിഞ്ഞാൽ മതി. അലൂമിനിയം പാക്കറ്റ് തുറക്കാതെ പാത്രത്തിലെ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ട് 3 മുതൽ 5 മിനിറ്റ് വരെ ചൂടാക്കുക. അപ്പൊ ഇത് കട്ട് ചെയ്യണം. എന്നിട്ട് അലൂമിനിയം ഫോയിൽ ഇട്ട്, അത് മനസ്സിലായി. ഇപ്പൊ കഴിഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ചെയ്തതാ. തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് 3 മുതൽ 5 മിനിറ്റ് വരെ ചൂടാക്കിയിട്ട് എടുത്ത് വിളമ്പുക. മൈക്രോവേവിലേക്ക് വെക്കുന്നില്ല കേട്ടോ, ഈ പരിപാടി ചെയ്യണോ.
അപ്പൊ നമുക്ക് ആ പരിപാടി ചെയ്യാം. അതെ. ആയിരിക്കും നല്ലത്. എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. അതെ അതെ, എല്ലാം അങ്ങനെ തന്നെയാ. അങ്ങനെ തന്നെയാ. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അലൂമിനിയം പാക്കറ്റ് തുറക്കാതെ, മനസ്സിലായി. എന്നിട്ട് നമുക്കില്ലേ മേശ സെറ്റ് ചെയ്ത് വെച്ച് ഈ ബൗളുകളിലാക്കി കറികളെല്ലാം എടുത്ത് പിന്നെ എന്നാ പിന്നെ സൗകര്യം അങ്ങനെ ചെയ്യാം. ഓരോന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇല വെട്ടണം. ഇല വെട്ടാൻ താമസം. കറി ആദ്യം ചൂടാക്കി വെക്കട്ടെ. ഇല ഇപ്പൊ മുറ്റത്ത് തന്നെ ഞാലിപ്പൂ നിൽക്കണം. കിണറിന്റെ അവിടെ ഇല മുഴുത്ത ഇല ഉണ്ടാവും. മഴക്കാലായതുകൊണ്ടില്ലേ ഇല പൊട്ടലില്ല. വേനക്കല്ലേ ഇല വെട്ടാൻ പോയി എല്ലാ ഇലയും പൊട്ടി നിൽക്കും. അതെ, എന്ത് കറിയാ നോക്കട്ടെ. സീർ ഫിഷ് കറി, കാറ്റലോഗ് ഒക്കെ ഉണ്ടല്ലോ. അതുണ്ട്. റെഡി ടു ഫ്രൈ. അല്ല, അത് പല രീതിയിൽ ചെയ്യണേന്റെ ഇടയായിട്ടല്ലോ. അത് പിന്നെ വായിച്ചു നോക്കാം നമുക്ക്. ഇതിപ്പോ ഓരോന്ന് എടുത്ത് വെക്കുവാട്ടോ. അപ്പൊ നമുക്ക് തിളക്കുന്ന വെള്ളത്തിലേ ഞാൻ വലിയ പാത്രം വെച്ചേക്കണേ. അപ്പൊ 1-2 കറികൾ ഒന്നിച്ച് വെക്കാം. കറിയുടെ പേര് മാറിപ്പോവാതെ നോക്കണേ. അതൊക്കെ നോക്കോളാം. ഇന്ന് ഉച്ചക്ക് ഊണില്ല കേട്ടോ. അല്ല, ഊണുണ്ട്. ഉടനെ പറയും ഡ്രസ് മാറിക്കോ, ഉടുപ്പി അല്ലെങ്കിൽ ശരവണ. ഇന്ന് ഊണുണ്ട്, പക്ഷെ ഇന്ന് അമ്മയുടെ കറികളല്ല. ഇന്നൊരു സദ്യയാണ് നമ്മൾ കഴിക്കാൻ പോണേ. പക്ഷെ ഒരു വെറൈറ്റി സദ്യ, പച്ചക്കറി സദ്യ അല്ല, നോൺ വെജ് സദ്യ, സമുദ്ര സദ്യ. അതാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോണേ. എക്സൈറ്റഡ് ആണോ? ഒരു വ്യത്യസ്തത. കഴിഞ്ഞ വർഷം സമുദ്ര സദ്യ കഴിച്ചത് അറൌണ്ട് 1 lakh വ്യൂ ഉണ്ട് നമ്മുടെ യൂട്യൂബില്. ഒരു ചേഞ്ച് അത്രേ ഉള്ളൂ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. വെള്ളം തിളച്ചു. ഒരു 2 ഗ്യാസേല് ഞാനങ്ങ് വെച്ചു. ഇവിടെ ഏതായാലും സംഭവം കൊണ്ടോന്നല്ലോ. സമയം നോക്കട്ടെ. 11:45 മുക്കി വെച്ചോട്ടോ. ഫുള്ള് 2 മതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മറച്ചു വെക്കാട്ടോ. അന്നേരം ഫുൾ ആയിക്കോളൂ കേട്ടോ. ആരും വിഷമിക്കണ്ട, നീയും വിഷമിക്കണ്ട. അത് ഞാൻ സെറ്റ് ചെയ്തോളാം കേട്ടോ. ഇത് തിളച്ച് വരട്ടെ. അതിലും 2 വെക്കാട്ടോ. പിന്നെ ഒരെണ്ണത്തിൽ 2 വേറെ വെക്കണം. ഒരെണ്ണത്തിൽ ഒരെണ്ണം വെക്കാനുണ്ടെന്നല്ലേ പറഞ്ഞേ. അത് ടിന്നിലാണോ മറ്റത്? ടിന്നും അതുപോലെ തന്നെ വെക്കുക അല്ലേ? ഞാൻ മറന്നുപോയി കഴിഞ്ഞ കൊല്ലം വെച്ചത്. 3 to 5 minutes ചൂടായി. ഇത് മാറ്റുവാണേ. എടുക്കട്ടെ. എടുത്ത് നമുക്ക് ഈ വെള്ളം ഉള്ളത് കൊണ്ടേ മുറത്തിലേക്ക് വെച്ചാൽ ശരിയാവൂല. മുറത്തിലല്ലാതെ വെച്ചേക്കണം മെയിനായിട്ടുള്ള. അപ്പൊ നമുക്ക് ഇതിലേക്ക് അങ്ങ് എടുത്ത് വെക്കാം. അപ്പൊ ഓരോ സെക്ഷൻ വീതം നമ്മൾ വെച്ചോണ്ടിരിക്കുകയാണ്. അതിനിപ്പോ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല, എല്ലാം അറിയാവുന്ന കാര്യമാണ്. കട്ട് ചെയ്ത് ബൗളിലാക്കുമ്പോ കാണിക്കാം. ചീനച്ചട്ടിയിൽ വെള്ളം തിളക്കണം. അതെ അതെ തിളന്നിട്ടേ വെക്കുള്ളൂ 2 അതെ. അപ്പൊ അതോടുകൂടി പിന്നെ കട്ട് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യാം ബൗളുകളൊക്കെ. എന്നിട്ട് ഉണുമുറിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി ക്ലിയർ ആയി. ഉണുമുറിയില് ടേബിൾ മാറ്റിന് റണ്ണർ എടുക്കണ്ടല്ലോ. വേണ്ട. ഇതും അങ്ങനെ തന്നെ ചെയ്യാന്നോട്ട് ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എഴുതിയേക്കണം നോക്കണില്ല. ഞാൻ ചെയ്യാൻ പോണത് കാണിക്കുക എങ്ങനെയാണ്. ഇതെങ്ങനെ സീല് പൊട്ടിക്കുക, ഇത് എടുക്കുക, എന്നിട്ട് നമുക്കൊരു തവയിൽ ചൂടാക്കാം. അതാ നല്ലത്. ഇത് എന്ത് കറിയാ കൊച്ചേ? ഫിഷ് കറിയാ. ഫിഷ് കറി, തേങ്ങാപ്പാലാ. കേരള ഫിഷ് കറിയെ തുറക്കുമ്പോ കാണിക്കാം. ഓക്കെ. തകർന്നു. 2 ഇടട്ടെ. ഇത് പരന്ന ചീനിച്ചട്ടി. അപ്പൊ എനിക്കൊരാഗ്രഹം, ഇത് കിടന്ന് തിളച്ച് മറിയുക. ചീനിച്ചട്ടിയിൽ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതിലൊന്നോടെ ഇടണമെന്നൊരു ആഗ്രഹം. അതിന്റെ പുറത്തതേ ചീനിച്ചട്ടിയിൽ വെള്ളം തേക്കണുണ്ട്. ഇതാണെങ്കിൽ നന്നായിട്ട് തിളച്ച് മറിഞ്ഞു. അപ്പൊ ഇതിലേക്ക് അങ്ങ് വെച്ചു. ഇതിപ്പോ 1 മിനിറ്റ് മതിട്ടോ. ഇതിൽ കുറെ നേരം കിടന്നതാ. ഞാൻ ഓഫ് ചെയ്തു കൂട്ടോ. അതുകൊണ്ട് ചീനിച്ചട്ടി ഓഫ് ചെയ്തു. 1 മിനിറ്റ് കഴിയുമ്പോ ഇത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഓരോന്നും കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. കാണിച്ച് മേശയിലേക്ക് അങ്ങ് സെറ്റ് ചെയ്യാം പരിപാടി. മഴ തുടങ്ങി. അപ്പൊ നമുക്ക് ഓരോന്ന് പൊട്ടിക്കാം. എടുക്കുവാണേ. എന്നാലും വെച്ചിട്ടില്ല. അതിടാനാണ് ഈ സാധനം. പിന്നെ അവിടെ എവിടെ കൊണ്ട് വെച്ച എനിക്ക് സ്ക്വിഡ് തോരണം. ആണോ? സ്ക്വിഡ്. അത് ഇടുമ്പോ ഏതിലേക്കാ മറിക്കാൻ പോണേ? നല്ല മണം തന്നെ ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ലാ. അടിപൊളി. എല്ലാം ട്രാൻസ്ഫർ ചെയ്തു ഇതിനകത്തേക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിനക്ക് താല്പര്യമുള്ളതല്ലേ സ്കിഡ്? ടേസ്റ്റ് ചെയ്തോ. ചൂടുണ്ടോ? നല്ല നല്ല മതി.
പീരയുടെ അതേ രുചി ശരിയാ അല്ലേ? അപ്പൊ പീര വാങ്ങാൻ നന്നായി. ശരിക്കില്ല, സ്ക്വിഡ് തോരൻ എന്ന് അവര് പറഞ്ഞിട്ടേ ഉള്ളൂ. പീര തന്നെയാ, പീര തന്നെയാ എനിക്ക് തോന്നിയായിരുന്നത്. അതാ പീര അഡീഷണൽ പിന്നെ വാങ്ങാൻ നന്നായി. ഇതിലേക്ക് വീണതാ. ഇനി അടുത്ത പാക്കറ്റ് പൊട്ടിക്കാം. അതെ, ഫിഷ് ബുർജിയാണെന്നാണ് ധാരണ. ഇളക്കാം, ഇളക്കി കഴിഞ്ഞു. നീ പറഞ്ഞതിലിട്ടാ മതിയായിരുന്നു, ഉള്ളതേ ഉണ്ടായിരുന്നു. ഇളക്കി നോക്കാട്ടോ എന്നാന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അല്ലാതെ ഇത് മനസ്സിലായില്ല കേട്ടോ. പാക്കറ്റുകൾ മാറ്റിയേച്ചാണല്ലോ ചൂടാക്കാൻ പറ്റുള്ളൂ, തിളച്ച വെള്ളത്തിൽ ഇടാൻ പറ്റുള്ളൂ. അന്നേരം പാക്കറ്റുകൾ അത് നീ പറഞ്ഞ തന്നെ അടി ബുർജിയ. ഇത് അല്ലാതെ വേറെ ഒന്നുമായിട്ട് തോന്നിക്കണില്ല. നോക്കട്ടെ എങ്ങനെയാണ്. ചൂടാ, ഭയങ്കര ചൂടാ. നല്ലതാ. ചൂട് വലിയ ചൂടില്ല, വായിൽ കൊള്ളാവുന്ന ചൂട്. ഇവിടെ ചെറിയ പുളിപ്പൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെടും. നല്ലതാ, നല്ല രുചിയുണ്ട് കേട്ടോ. ഊണിന്റെ കൂടെ നല്ലതാ. ഞാൻ ഈ 1 സ്പൂൺ തന്നെ ഇട്ട് ഇളക്കണത് എല്ലാ സംഗതികളും ഫിഷ് ഐറ്റം ആയതുകൊണ്ടാട്ടോ. ഓക്കെ, 2 കൂട്ടായില്ലേ? ഇനി അടുത്ത പൊട്ടിക്കട്ടെ. പാലുകറിയാണോ സംശയം. എന്തായാലും തോർത്തട്ടെ. ചെമ്മീനും മാങ്ങ. അത് തേങ്ങ ഫിഷ് നെയ്മീൻ കറി ആണോ എന്നൊരു ഡൗട്ട് തോന്നിയായിരുന്നു കളറ് കണ്ടപ്പോൾ. അതാ ഞാൻ പറഞ്ഞു സംശയം. നമുക്ക് ഇളക്കി അങ്ങനെ വെച്ചില്ലെങ്കിൽ ഒരു വൃത്തിയില്ല കാണാൻ. ചെമ്മീൻ യഥേഷ്ടമുണ്ട്. മാങ്ങ കുറച്ചാട്ടോ, ചെമ്മീനാ കൂടുതലല്ലേ? ചിലപ്പോ മാങ്ങ അലിഞ്ഞ് ചേർത്തേക്കുമായിരിക്കും. കഴിഞ്ഞ തവണ നമ്മൾ അങ്ങനെ എന്തോ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. നല്ല കറിയാ, കുട്ടിക്ക് നല്ല കറിയാ. നല്ല ചില്ലി മുളകിട്ടതാട്ടോ. ചില്ലി മുളകിട്ടതാണെങ്കിൽ അമ്മ വേറെ പാത്രം എടുക്കാം. അത് വേണ്ട, വേറെ പാത്രം കൊണ്ടുവരാം. ശരി, അങ്ങനെയാന്ന് തോന്നണം. മീൻകറിയാണെന്ന് തോന്നണം. നെയ്മീൻകറിയാണെന്ന് തോന്നണം കേട്ടോ. നെയ്മീനല്ല, ചില്ലി മുളകിട്ട മീനാണെന്നാ തോന്നണേ. അത് തന്നെയാ. നെയ്മീൻ കറി തേങ്ങാപ്പാലാ. ശരിയാ, ഇത് ചില്ലി മുളക് ചാറ് നമ്മുടെ ഭാഷയിൽ. അതിങ്ങനത്തെ ഇതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാത്രത്തിൽ എടുത്തേട്ടോ. ഇങ്ങനെ ചെറിയ കുഴിയും ചെറിയ ഇതാകുമ്പോൾ ചില്ലി മുളകിട്ടത് എടുക്കാൻ ഇതായിരിക്കും. അതുകൊണ്ട് 3 പീസാണ് കറക്റ്റ്. നോക്കട്ടെ കേട്ടോ. പുളിയൊക്കെ നല്ല മീൻകറിയാണ്, വെരി ടേസ്റ്റ്. ഇതേ നല്ലതാ, നല്ല രുചിയാണ്. എനിക്ക് ഇഷ്ടമാണ്. കണ്ണും കാണാൻ മേല. നല്ല കറിയാണ്, നല്ല വെരി ഡെലീഷ്യസ്. ഇപ്പൊ എടുത്തതിലെല്ലാം നന്നായിട്ടുണ്ട്. ഫിഷ് ബുർജി ഒരു വെറൈറ്റിയാ, നല്ല പുളിയൊക്കെ ഉള്ള പുളിയുള്ളതുകൊണ്ടായിരിക്കും. ഒരു മിനിറ്റ് പോരാ, മഴ. ഇത് തേങ്ങ അരച്ച മീൻകറിയാട്ടോ. നല്ലതാ. കാണിക്കാനും ഒരു സദ്യ ഒരുക്കണതുകൊണ്ട്, സമുദ്ര സദ്യ അല്ലേ ചെയ്യണത് കൊണ്ടാണ് എല്ലാ പാക്കറ്റും പൊട്ടിച്ച് കഴിക്കാൻ എടുക്കണം കേട്ടോ. അല്ലാണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാൻ ഉദ്ദേശിച്ചതല്ല, ഇതിനു വേണ്ടി ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കിത് പകർത്താം. ഇതും ഇങ്ങനെയുള്ള പാത്രത്തിൽ തന്നെ പകർത്താം. ഈ 2 പാത്രവും ഞാൻ വരുമ്പോ ഇവിടെ ഉള്ളതാ, അമ്മച്ചിയുടെ പാത്രം. അത് ശരി. നല്ല കൊഴുപ്പല്ല. തേങ്ങ അരച്ചതാണോ തേങ്ങാപ്പാലാണോ? അല്ലല്ല, അരച്ചതല്ലേ. കൂടുതലുണ്ട അറിയാം. അരച്ചതാ, മസാലകൾ അരച്ചേക്കണതാ. നല്ല കറിയാ, വളരെ നല്ല കറിയാ. അപ്പയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു അപ്പയ്ക്ക് മുളക് ചാറിലും ഇഷ്ടപ്പെടുന്നത് ഇതായിരിക്കും. നല്ലതാ. നമ്മുടെ ഭാഗത്തില്ലേ, ഞങ്ങൾക്ക് എരിവും പുളിയും മസാലകളൊക്കെ കുറവുള്ളവരാ. ഈ അരപ്പ് കറിക്ക് ഒരു പൊടിക്ക് പുളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. പൊടിക്ക കുഴപ്പമില്ല, പക്ഷെ പൊടിക്ക ഉഗ്രനാണുള്ളത്. ഈ കറി ഉഗ്രനാട്ടോ. ഞങ്ങൾക്കൊരു പറ്റുപറ്റിട്ടോ, പ്രേക്ഷകരോട് പറയാം. ഇതില്ലേ പാലുകറി അല്ല കേട്ടോ, തേങ്ങയരപ്പ് കറിയല്ല, ഫിഷ് റോസ്റ്റാ. അതാണ് ഇതിന്റെ പേര് കേട്ടോ. അതാ ഇവരിട്ടേക്കണ പേരിട്ടോ, പേരിട്ടിരിക്കുന്നത്. അതെ, നമ്മൾ ആദ്യം തേങ്ങയരപ്പ് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ പേര് ഫിഷ് റോസ്റ്റ് എന്നാണ്. നല്ല ഉഗ്രം കറിയാട്ടോ. അത് അടിപൊളി ടേസ്റ്റ് ആണ്. പറഞ്ഞു എന്റെ കൈ തെറിച്ചു പോകരുത് കറി ഒഴിക്കുന്നത്. ഇതാണ് തേങ്ങാപ്പാൽ, മീൻ തേങ്ങാപ്പാല്. അടിപൊളി. കനത്ത മണിയാണല്ലോ.
കുറച്ച് പീസ് ശരിക്കും 3 പീസാണ്. ഇത് പൊട്ടിയതാണെന്ന് തോന്നുന്നു അല്ലേ? ചിലപ്പോ ചെറിയ പീസുകള്. ഇത് ചെറുതാ, അതുകൊണ്ട് ഓരോന്ന് ചെറിയ പീസ് ഇങ്ങനെ ആഡ് ചെയ്തേക്കണം. ഇത് 2 മുഴുത്ത പീസ്. ഇനി ഒരെണ്ണം ചൂടാക്കാനുണ്ട്. അത് ചൂടാക്കി വെച്ച് അതും കൂടെ എടുത്ത് കാണിക്കാം, ടേസ്റ്റ് ചെയ്യാം. ഇവരുന്നാണോ? അതിനും ഫിഷ് റോസ്റ്റ് പോലെ ഇച്ചിരി പുളിയുടെ കുറവുണ്ട്. നേരിയ പുളി, കുറ്റം പറഞ്ഞല്ല, നേരിയ പുളി. അതിപ്പോ ഒരു മീഡിയം രീതിയിലായിരിക്കും അവര് മുട്ട എടുക്കണത്. ഇത് ചെയ്യണവരെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇച്ചിരി പുളി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പാൽ കറിക്ക് ഞങ്ങൾ സാധാരണ ചെയ്യണത് മാങ്ങയുള്ള സമയത്താണെങ്കിൽ മാങ്ങ ചേർക്കാം. ടൊമാറ്റോ ചേർത്താലും മാങ്ങ ചേർക്കണം, എന്നാലേ പുളിപ്പ് കിട്ടും. പിന്നെ മാങ്ങ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇപ്പോഴല്ലേ ഫ്രീസർ വന്നതാണ്, മാങ്ങ ശേഖരിച്ച് വെച്ചേക്കണതിന്റെ മാങ്ങാപ്പൂളി ഇടും. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയത് ഏറ്റവും നല്ല മാർഗം വാളംപുളി പിഴിഞ്ഞ് ചേർക്കണം. കുടംപുളിയിലും നല്ലത് വാളംപുളി. അത് എന്നോട് മമ്മിയും പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെ മമ്മിയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഷീലയാൻറ്റി ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്, മോളെ വാളംപുളി പിഴിയും വെച്ചിട്ടുണ്ട്, ടേസ്റ്റാണ് കാര്യവർക്ക്. അങ്ങനെ അപ്പൊ 2 പേര്, ഇവിടുത്തെ 2 ചേച്ചിമാർ എനിക്ക് പറഞ്ഞു തന്നേക്കണം കേട്ടോ വിവരം. ടേസ്റ്റ് ചെയ്ത് കൊണ്ടിട്ട് അല്ല അപ്പൊക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഇനി ചെയ്യാനുള്ളത് ഇത് നമുക്ക് ഊണുമേശയായിട്ട് അങ്ങ് വെക്കാം. അത് ചൂടാക്കണം, എടുക്കണം, കല എടുത്തോണ്ട് വരാം. ഇനി ഏറ്റവും കോംപ്ലിക്കേഷൻ ഉള്ളത് അമ്മയ്ക്ക് കേട്ടോ. അല്ലാതെ കോംപ്ലിക്കേഷനാന്ന് പറയണല്ല, പക്ഷെ അമ്മയ്ക്ക് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഇങ്ങനെയുള്ളത് തുറക്കണതൊക്കെ അല്ലേ? നല്ല കോംപ്ലിക്കേഷനാ. ഇനി പുറകോട്ട് വലിച്ചാൽ മതി. അത് ഇത്രേ ഉള്ളൂ സംഭവം. അങ്ങനെ അങ്ങ് വലിച്ചാൽ മതി. ഇല്ല വേണ്ട, ധൈര്യമായിട്ട് വലിച്ചോ, ഒരു കുഴപ്പമില്ല. ഇടി അധികം വലിച്ചാലേ ഇത് പൊട്ടി പോന്നാ തുറക്കാൻ എന്നാ പെടും. അത് ഓരോ നാക്കാണത്, എനിക്കത് അറിയില്ല. സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയാ അത്ര സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി പൊളിഞ്ഞു പോന്നോളും വിചാരിക്കാം. ഭഗീരഥ പ്രയത്നം കൊണ്ട് യാതൊരു തരത്തിലുള്ള ആർട്ടിസ്റ്റിക് ടേസ്റ്റും ഇല്ലാത്ത ഞാൻ പലതരത്തിൽ പണി നടത്തി കത്തിയൊക്കെ സൈഡിൽ തിരികെ കയറ്റി ഇത് തുറന്നു. ഇവിടെ തുറക്കും, പക്ഷെ അന്നേരം വീഡിയോ പിടിക്കാൻ ആളില്ല. അപ്പയാണെങ്കിൽ പുറത്തേക്ക് പോയി. ഇതാണ് ഓടി തേങ്ങാപ്പാല് കറി. ഇതാണ് തേങ്ങാപ്പാല്. മറ്റേതെന്നാ കറിയാ? മറ്റേതെന്നാന്ന് പാക്കറ്റിൽ നോക്കേണ്ടി വരും. ഇത് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് ചൂടാക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച വെള്ളത്തിലിടാൻ എനിക്കൊരു മടി. പാക്കറ്റ് അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആണല്ലോ സംഭവം. മറ്റതും സേഫ് ആയിരിക്കും. ബാക്കി എല്ലാത്തിലും മെത്തേഡ് ചൂടാക്കണത് എഴുതിയിട്ടുണ്ട്. ഇതിലും മെത്തേഡ് ഉണ്ടാകൂന്ന് തോന്നണോ, ഞാൻ നോക്കിയില്ല. പക്ഷെ എന്റെ മെത്തേഡിൽ ഒരു മൺചട്ടിയിലേക്ക് പകർത്തി ചൂടാക്കും, അത്രേ ഉള്ളൂ. ഒഴിക്കട്ടെ, ഇതിൽ എഴുതിയിട്ടുണ്ട് കേരള ഫിഷ് കറി വിത്ത് കോക്കനട്ട് മിൽക്ക്. മിൽക്ക്. മറ്റേത് എന്നതാന്ന് കവറിൽ ഒന്നോടെ നോക്കാം കേട്ടോ. ഇത് ശരിക്കും നീ പറഞ്ഞ പോലെ 3 പേർക്ക് സഫീഷ്യന്റ് അല്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല നമ്മളൊക്കെ വെക്കും പോലെയാ. പുളിയൊക്കെ പാകാം. നല്ല കറിയാ, പുളി പാകാം. ഇതില്ലേ ബ്രെഡിന്റെ കൂടെ ഒക്കെ തിന്നാൻ നല്ലതാണ്. ബ്രെഡിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലതാണ്. ഈവൻ പുട്ടിന്റെ കൂടെ നല്ലതാണ്. നല്ലതാണല്ലോ, ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട്. ഇതിൽ പോരെ? മതി. ഇതിലുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പകർത്താം. ഒഴിക്കാം കേട്ടോ. സിസ്റ്റമാറ്റിക് രീതിയിലാണ്. പുളിയൊക്കെ ഉള്ളതുകൊണ്ടേ നല്ലതാ. ഒഴിച്ചു കഴിഞ്ഞിട്ട് പിടിക്കാം. കറക്റ്റ് ആയിരുന്നു. ഓക്കെ. അധികം തൊട്ടാട്ടുമൊന്നും വേണ്ട, അതൊക്കെ വിവരം അറിയും. കത്തികൊണ്ടൊക്കെ അങ്ങനെ തൊട്ടാട്ടിയാൽ വിവരം അറിയും. ഞാൻ പറിച്ചുകൊണ്ട് വരാറുണ്ട്. അന്നേരം കണ്ടു കഴിയുമ്പോ എന്നോട് ചോദിക്കും അതിന്ന് പയറ് കട്ട് ചെയ്തായിരുന്നു. പയറിട്ട് സൂക്ഷിച്ചു പോയി. പൊടിയുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഇറങ്ങിയതല്ല. ഞാൻ ഇവിടെ വാഴ ഇല ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് കരുതിയിരുന്നത്. പക്ഷെ ഇത് കണ്ടോ, കാറ്റ് വന്നപ്പോഴേ ഒലഞ്ഞു പൊട്ടിപ്പോയി. ഇലകളായിരുന്നു ഇതെല്ലാം. പക്ഷെ എല്ലാം എന്ത് കണ്ടോ, പൊട്ടി നിൽക്കുക. ഇപ്പൊ 2 ചെറിയ ഇല ഇവിടെ നിന്ന് വെട്ടാനുണ്ട്. അത് വെട്ടിയെടുത്തേച്ച് ബാക്ക് സൈഡിൽ നിന്ന് ഒരെണ്ണം വെട്ടിയെടുക്കാം വലുത്. നമുക്ക് ചെറിയ ഇല മതിയല്ലോ, അപ്പൊ ഇച്ചിരി വലിയ ഇല വേണം. അതുകൊണ്ടാ കറികളെല്ലാം നിരത്താനുള്ളതല്ലേ. ഇതിലേ ഇറങ്ങാൻ തെന്നി കിടക്കണോണ്ടേ കംപ്ലീറ്റ് മഴയായിരുന്നു. സൂക്ഷിക്കണം. അതാ പറഞ്ഞ തെന്നി കിടക്കുവാന്ന്. എല്ലാതും ഇതും പൊട്ടിയതായിരുന്നു. അതായിരുന്നു ഓർത്ത് വന്നതിലല്ല.
ഈ ഇല എടുക്കൽ ഇപ്പൊ ഒരു വലിയ പണിയായി മാറിയല്ലോ. അല്ല, പൊട്ടിയ ഇലയൊക്കെ എടുക്കാം, പക്ഷെ വീഡിയോയിൽ ചെയ്യുമ്പോൾ നല്ല ഇല തന്നെ വേണ്ടേ, അതുകൊണ്ടാ ഒരെണ്ണം ഇത് വെട്ടാട്ടോ. ഇത് പൊട്ടിയിട്ടില്ല, ഭാഗ്യം. സമാധാനം. വേണ്ട ഇലയുണ്ടെന്ന്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കാറ്റ് ഇലയുമ്പോ ഇല പൊട്ടും. ഇത് വെട്ടുവാണേ, ഞാൻ അപ്പുറേ കയറി വരാം. ഇനി ഇവിടെ നിന്ന് വെട്ടണില്ല, ഇല പൊട്ടിക്കിടക്കുക. ഇല വെട്ടി ശരിയാവില്ല, ഇത് ഭംഗിയില്ലല്ലോ, അതുകൊണ്ടാ. ഇലകളുണ്ട്, പക്ഷെ എല്ലാം കോലും ഇതെന്ന് പറഞ്ഞു. ഒരെണ്ണം മുകളിൽ നിൽപ്പുണ്ട്, പക്ഷെ അത് എത്തൂലടി. അത് നല്ലതായിരുന്നു, അത് എനിക്ക് കാണാൻ പറ്റില്ല. ശരി, അത് എത്തൂല. അതിനും തോട്ടിയും കണ്ടിട്ടാ, തോട്ടി പക്കത്ത് കയറി എടുക്കണേലും വേറെ മറ്റേ വാഴപ്പറമ്പിക്കുണ്ടാവും, വാഴയുള്ളിടത്ത് ഇരുന്ന് ഇല വെട്ടിയെടുക്കണതാണ്. ഒരു കാര്യം ചെയ്യാം, ഇതിവിടെ ഇരിക്കട്ടെ. എവിടെ ഇല്ല, അവിടെ ഉണ്ട്. ബാ, അത് വെട്ടാൻ നിർത്തിയില്ല, അത് വലുത്. മഴയ്ക്ക് മുമ്പ് വെട്ടാം. ബാ, അമ്മ വെള്ളത്തീക്കട നടക്കണ കേട്ടോ. വെള്ളത്തീക്കട ഫുൾ വെള്ളക്കുഴിയിലാ നിക്കണേ. എന്ന് വെച്ച് വെള്ളം കയറുന്ന പറമ്പല്ല കേട്ടോ. നിർത്താതെ മഴ പെയ്യുമ്പോ വെള്ളം കുറച്ചു നേരം ഇങ്ങനെ നിക്കൂലേ, ഉറവ് നിക്കില്ലേ, അതാ. കുറച്ച് കഴിയുമ്പോ അങ്ങ് ഒഴുകി പൊക്കോളും. കണ്ടിന്യൂസ് ഇങ്ങനെ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇത്രയും വലുത് പോരാന്ന് അമ്മ പറയണേ. അപ്പയ്ക്ക് വലുത് വേണം, കറി ഒരു കിലിടാ. മൊത്തം വെള്ള, ഫുൾ ഉറവ് നിക്കണ വെള്ള. ഇങ്ങനെ മഴ പെയ്യുവല്ലേ, പിന്നെ എങ്ങനെയാ വെള്ളം നിക്കാതിരിക്കണേ? നിർത്താതെ പെയ്തോണ്ടിരിക്കുക മഴ. മഴയത്തെ നാട്ടുമ്പുറ കാഴ്ചകളാട്ടോ. കണ്ടോ, ഇതോ അമ്മ വരുന്നുണ്ടോ. വളരെ കഷ്ടപ്പെട്ടൊരു വലിയ ഇല കിട്ടി. പോവാം. ഇതിപ്പോ ഇല കഴുകണ്ടല്ലോ, വേണ്ട, കഴുകി കിടക്കണ ഇലയാ. എല്ലാം മഴ കണ്ടിന്യൂസ് വീണോണ്ടിരിക്കുവല്ലേ, പിന്നെ തുടച്ചാ മതി. തുടച്ചെടുക്കാം. അപ്പയുടെ വേണ്ട, അതിലാട്ടാനൊന്നും പോണ്ട കേട്ടോ. അപ്പൊ എല്ലാം നമ്മുടെ അറേഞ്ച്മെന്റ് സെറ്റായിട്ടോ. റണ്ണർ വേണ്ട ഇനിയിപ്പോ. ഇത് ഞാൻ ഓരോന്ന് പറയാട്ടോ കറികള്. ഇത് കേരള ഫിഷ് കറി വിത്ത് കോക്കനട്ട് മിൽക്ക്, ഇത് ഫിഷ് റോസ്റ്റ്, ഇത് നെയ്മീൻ പാലുകറി, ഇത് ചില്ലി മുളകിട്ട മീൻകറി. അപ്പൊ ഇത് കണ്ടോ, ഇത് ചെമ്മീനും മാങ്ങയും, ഇത് ഫിഷ് ബുർജി, ഇത് സ്ക്വിഡ് തോരൻ. അപ്പൊ ഇത് കണ്ടോ, ഇതുവരെ കേക്കാത്ത ചില പേരുകളൊക്കെ ഇതിനകത്തുണ്ട്. അതെന്നാ, അതാണെന്നാണ് അമ്മ കരുതിയത്. സമ്മതിക്കണം. ഒരു ഇന്റർനാഷണൽ വുമണാണ്, അപ്പൊ നമുക്ക് ഇവിടെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര ഫെമിലിയർ ആണ്. ഏത് നിലവാരത്തിക്കടെ ഓടും വണ്ടി എന്റെ. കാരണം ഏറ്റവും താഴത്തേക്ക് വേണമെങ്കിൽ എനിക്ക് പോകാം, അതുപോലെ താഴെ. പിന്നെ മുകളിലേക്ക് ഞാൻ നോക്കാറുണ്ട്, പോകാറില്ല. അത്രയൊന്നും പോകാനുള്ള ഇത് നമുക്കില്ല. നമ്മളുള്ളതിൽ നമ്മൾ സംതൃപ്തരാണ്. പപ്പായി ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ച് കഴിക്കണമെങ്കിൽ 2 പീസ് അടുക്കളയിൽ ഇരിക്കുന്ന കട്ടയിൽ. നല്ല ചൂട് ചോറ്, നല്ല ചൂടുണ്ട്. ചൂട് രണ്ടാമത് എടുക്കാൻ കേട്ടോ, ഞാൻ കുറച്ചെടുക്കുന്നു. ചൂട് അറിയാ. പിന്നെ ഐറ്റത്തിന്റെ പേര് എന്തൊക്കെയാ? ഇനി അപ്പ എവിടെന്നാ തുടങ്ങണേ? അത് നെയ്മീൻ അല്ല, നെയ്മീനല്ല, മീൻ പാലുകറി. കേരള ഫിഷ് കറി വിത്ത് കോക്കനട്ട് മിൽക്ക്. അതാണ് ഇത്. ഇത് ട്യൂണ ഫിഷ് ആണ്. ഏതാ അപ്പയ്ക്ക് ഇടണ്ടേ?
എല്ലാം ഇട്ടോ? എല്ലാം ഇടണം തിരിച്ച്. ഇച്ചിരി ചാറ്. 2 രീതിയിൽ ചെയ്യാം. അല്ല, രണ്ടാമത് ഒഴിക്കുമ്പോൾ വേറെ രീതിയിൽ മറ്റേ കറിയുടെ ഒഴിക്കാം. അതാ നല്ലത്. പിന്നെ ചെമ്മീനും വാങ്ങിച്ചിട്ട് എടുത്തേ. അപ്പൊ രണ്ടാമത് എടുക്കുമ്പോ മറ്റേത് എടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കട്ടെ. ഫിഷ് റോസ്റ്റ് അപ്പക്ക് ഇഷ്ടപ്പെടും. അതൊക്കെ ഇഷ്ടപ്പെടും. ഇത് പറഞ്ഞോടി, ഇത് ഫിഷ് ബുർജി. ബുർജി ഇതാണാ? എന്നതായാലും എനിക്ക് പക്ഷെ ആ പേരത്ര സാധനം നല്ല പുളിപ്പുണ്ട്. നല്ലതായത് ഫിഷ് റോസ്റ്റഡ് അപ്പക്ക് ഫിഷ് റോസ്റ്റ് ഇഷ്ടപ്പെടും. ഇതിട്ട് തന്നെ അത് ചെമ്മീനും വാങ്ങി. ഇത് ഇത് കൂന്തൽ ഫ്രൈ. കൂന്തൽ ഫ്രൈ അല്ല, കൂന്തൽ തോരൻ. തോരൻ പീരാന്നാട്ടോ. ശരിക്കും ഇത് പീരയുടെ ടേസ്റ്റ് ആട്ടോ. തോരൻ അവർ എഴുതിയേക്കണ കവറില. ഉപ്പ് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് ഈ കറിയും ഇതും വേണമെങ്കിൽ സെക്കൻഡ് ട്രിപ്പ് എടുക്കാം ചോറെടുക്കുമ്പോ. ഇത് ഫിഷ് റോസ്റ്റാ. ഇത് മുളക് ചാറ്. ഇനി ഇതേ ഉണക്ക ചെമ്മീനുണ്ട്, അത് ഇഷ്ടപ്പെടും നന്നായിട്ട്. ചോറ് സ്വല്പം മതി. ചുരുടി ഇട്ടോ? ചുരുടി ഇടാം, അല്ലെങ്കിൽ കറികൾ കഴിക്കണ്ടേ. ആ മതി 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 മതി. ചോറ് കറി എടുത്തോണ്ട് വെക്കാം. എങ്ങനെയുണ്ട് അപ്പ കഴിച്ചു തുടങ്ങിയിട്ട് കറികളൊക്കെ? ഫിഷ് ബുർജിയാണ് അമ്മ എനിക്ക് ആദ്യം ഇടുന്നത്. ആ മതി മതി, അത് അധികം വേണ്ട. എല്ലാ കറികളും ഇടുന്നുണ്ടല്ലോ, അപ്പൊ അത് സ്വല്പം മതി. എല്ലാ കറി ഇടുന്നോണ്ടാ എല്ലാം സ്വല്പം മതി. ബാക്കി എടുക്കാം നമുക്ക്. മതി 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 മതി. ഫിഷ് റോസ്റ്റ് വെക്കാം. കുഞ്ഞു പീസ് വെച്ചാ മതി. ശരിക്കും പീസ് 2 ഉള്ളു. ഞാൻ വേണമെങ്കിൽ എന്റെ ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതെന്നാ നിനക്ക് അധികമാണ് കേട്ടോ. ഗ്രേവി വെക്കാം. ഒരുപാട് വേണ്ട, മതി മതി മതി. ഞാൻ ഷെയർ ചെയ്തെടുക്കാന്ന്. ഇനി ഇത് ഒഴിക്കട്ടെ. ഇതപ്പ എടുത്തില്ല. നെയ്മീൻ കറി. നെയ്മീൻ കറി ഇതപ്പ എടുത്തില്ല. ഞാൻ ഇപ്പൊ രണ്ടാമത് എടുക്കുമ്പോ എടുത്തോളാം. ഒരു കുഞ്ഞു പീസ് വെച്ചേ. കുഞ്ഞു പീസ് മതി. വൈകിട്ട് എടുക്കാതെ നമുക്ക് സാധനം ഉണ്ടല്ലോ. ചെമ്മീൻ മഞ്ഞച്ചിരി ഒഴിക്കട്ടെ സൈഡില്. ഇനി നീക്കിച്ച് വെക്കാം. ഇവിടെ വെക്കാം. മതി മതി. നീ മുളകാറ് ഇപ്പൊ എടുക്കണ്ട. മുളകാറ് ഒഴിച്ചോ. സമുദ്രസദ്യയിലെ എല്ലാം വിളമ്പി കാണണം. നടുക്കല്ല, സൈഡില്. മതി മതി മതി. ചില്ലി മുളക് ഇട്ടത് മതി മതി മതി. നെയ്മീൻ, കോക്കനട്ട് മിൽക്ക്. സീർ ഫിഷ് കറി ഏതാ ഇത്? അതല്ലേ. അപ്പൊ ബാക്കിയൊക്കെ ട്യൂണയാണ്. റോസ്റ്റും ട്യൂണയാണ്. നീ കഴിച്ചു. അപ്പൊ എന്റെ സമുദ്ര സദ്യ ഇവിടെ റെഡിയായി. ഇനി ഞാൻ കഴിക്കാൻ പോവാണ്, അമ്മയും കഴിക്കാൻ പോവാണ്. അപ്പ എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി. ഈ സാധനം നല്ലതാ, നല്ല പുളിയുണ്ട്. ആ പേര് കേട്ടപ്പോ എനിക്ക് എന്താ പോലെ തോന്നി, പക്ഷെ നല്ല രുചിയുണ്ടായി. പുളിയുള്ളത് കഴിച്ചു. കഴിക്കാൻ അമ്മ എല്ലാം എടുത്തില്ല അല്ലേ? എനിക്കെല്ലാം വേണ്ട, എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് മതി, എന്റെ വയറ് ശരിയാവൂലേ. നെയ്മീൻ ആ തേങ്ങാപ്പാൽ വെച്ച് ഓവൽ ഷേപ്പിലിരിക്കണം. ഓവൽ. സീർ ഫിഷ് കറി. കഴിക്കാം. 3 lakhs അടിച്ചത് പ്രമാണിച്ച നമ്മൾ ഇന്നൊരു സമുദ്ര സദ്യ അങ്ങ് ഒരുക്കി. ഞങ്ങൾ ഒരുക്കിയതല്ലാട്ടോ, വാങ്ങിച്ചതാണ് കറികളെല്ലാം. 10 മിനിറ്റിൽ ഒരു സമുദ്ര സദ്യ. നിങ്ങളത് ചൂടാക്കണതെല്ലാം കണ്ടിട്ടുണ്ട്. ചോറ് മാത്രമേ നമ്മുടെ ഉള്ളൂ. അപ്പൊ സസ്പെൻസ് ആയില്ലേ അത്? അമ്മ പ്രതീക്ഷിച്ചതാണോ? അല്ല. അപ്പൊ 300K ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇവള് സ്വരൂപിച്ച് വെച്ചു, മിണ്ടിയില്ല. ഇന്ന് കാലത്ത് എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രി 300K അടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത്, കറി ഇന്നധികം ഇവിടെ ഉണ്ടാക്കണ്ട, ചോറ് വെച്ചാ മതിയെന്ന്. അപ്പൊ എനിക്ക് പിടി കിട്ടിയ സംഭവം ഏതാണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണം എന്നുള്ളത്. അങ്ങനെയാണ് മനസ്സിലായത്. ചോറ് എടുത്തോട്ടോ, ചോറുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം. ഇതാ നെയ്മീൻ. നെയ്മീൻ. അപ്പൊ ഞാൻ കഴിക്കുവാണ് സമുദ്ര സദ്യ. ഈ സാധനം നല്ലതാ. ഏതാ? ബുർജിയാണോ? അമ്മയുടെ സ്പെഷ്യൽ ബുർജി.
അല്ല അമ്മയുടെ പ്രിയപ്പെട്ട ബുർജി. അത് തന്നെ ആദ്യം അമ്മ കഴിച്ചു നോക്കിയ പുളിയുണ്ട്. പുളി വെച്ച പാകത്തിന് പുളി. ആദ്യം ഞാൻ എടുത്തില്ലെങ്കിൽ റോസ്റ്റ് എടുത്തോ. ഇതിലും ഇരിപ്പുണ്ട് ഫിഷ് റോസ്റ്റ് നല്ല ഇത്. അപ്പൊ എടുത്തില്ലായിരുന്നു. നല്ല രുചിയുണ്ട്. അതില്ലേ ഗ്രേവിയോ നല്ലതാ. അത് ഒരു മീൻ വറുത്തേച്ചാ ചെയ്തേക്കണം. ഫിഷ് റോസ്റ്റ് എന്ന് പറയുമ്പോ അങ്ങനെയാ ചെയ്യണേ. എല്ലാം ട്യൂണയാ. ഈ നെയ്മീന്റെ പലകറി ഒഴികെ അല്ലേ? പലകറി മാത്രമേ നെയ്മീനുള്ളൂ. നല്ല കേട്ടോ. കവറിലുണ്ട് ഓരോ മീനിന് ഏതൊക്കെയാന്നുള്ളത്. പിന്നെ അതിലെല്ലാം ഉപരി നല്ല ഒന്നാന്തരം മട്ട അരിയുടെ ചോറ. അതിന് ആരും മിണ്ടാത്ത. അതിനൊരു മീച്ചയില്ല. നമ്മളെന്നുകൂടെ ഉണ്ടാക്കണോണ്ടേ ആർക്കും ഒരു മീച്ചയില്ല. അതിന് മീച്ചയില്ല. എന്റെ ചോറിപ്പോ തീർന്നല്ലോ. കറികൾ ഇഷ്ടം പോലെ. ചോറ് കലത്തിലുണ്ട്. വേണ്ട, അവള് ചോറതി ഉണ്ണാത്തോണ്ടല്ലേ. രണ്ടു ദിവസമായിട്ട് ചോറ് തന്നെയാ ഉണ്ണല്. നെയ്മീൻ തന്നെയാണ്. ഈ പുറത്തൊക്കെ കിട്ടുന്ന ചൂണല്ലേ. നമ്മളത് ആസ്വദിക്കാത്തോണ്ടാ. നെയ്യൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ചീത്തയായിരുന്നു വെച്ചാൽ മതി. അത് ഇതിങ്ങനെ പാക്ക് ചെയ്ത് വെക്കണ. അതായത് ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കണേ. ഫിഷ് ബുർജി നല്ല നല്ല. ഫിഷ് റോസ്റ്റ്. സമുദ്ര സദ്യ വാഴയിലയിൽ. ഇനിയിപ്പോ സമുദ്ര സദ്യ കഴിച്ചില്ല എന്ന് പറയരുത്. സമുദ്ര സദ്യ ഈ എറണാകുളം ഏരിയയിലൊക്കെ ഭയങ്കര പോപ്പുലറാണ്. അത് പ്രധാനമായിട്ടില്ലേ. ഫിഷ് കൂടുതലുള്ള സ്ഥലങ്ങളിലും ഈ സമുദ്ര സദ്യ ഭയങ്കര പോപ്പുലറാണ്. ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് വരും. ക്രാബ് രസം. നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് ഫിഷ് കറി അതുപോലെ ഫിഷിന്റെ ഒന്ന് രണ്ടായിട്ടാ. അതിന് മുഴുവനായി കഴിഞ്ഞാൽ അത് ഓരോ വെറൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് രണ്ട് ഐറ്റം 3 ഐറ്റം മാക്സിമം. വറുത്തത് വെച്ചത് പിന്നെ ഒരു പൊള്ളിച്ചതാ. ഇവരെയൊക്കെ നമുക്ക് താല്പര്യം. പിന്നെ വേറെ ഐറ്റംസ് ആ കൂടെ. മീൻ വെച്ചത് മാത്രം മതി. വറുത്തത് വേണമെന്നില്ല. പക്ഷെ മോര് കാച്ചിയത് ഒരു മസ്റ്റാണ്. എനിക്ക് അതൊന്നുമല്ല. സാമ്പാർ. അതെനിക്ക് പണ്ടേ അറിയാം. സാമ്പാർ ലവറാണ്. പക്ഷെ അപ്പ ഇപ്പ സാമ്പാർ ലവറിലേക്ക് മാറി. അമ്മ അങ്ങ് മാറ്റി. അത് വേറെ വിഷയം. അതെ, അതിൽ തൊട്ട് കളിക്കണ്ട. അതെ. പക്ഷെ ഇതിന്റെ കറിയൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല കറികളാ. കൊള്ളാം. ഇനി വൈകിട്ട് എടുക്കാം. ബുർജി. അതെന്താന്നറിയില്ല. മീനിന്റെ ഏത് മീനാണെന്നൊന്നും അറിയില്ല. ഫിഷ് ബുർജി. അല്ല, ഞാൻ പറഞ്ഞതാ. പണ്ട് നമ്മള് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയില്ലേ? പണ്ട് ഉണ്ടാക്കിയ കൂന്തൽ റോസ്റ്റ് അടിപൊളിയായിരുന്നു. 2 പ്രാവശ്യം അതാ പറഞ്ഞ ഫിഷ് റോസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്. പൊടിയും അല്ലെങ്കിൽ മറ്റത് വറുത്തില്ലെങ്കിൽ അതുകൊണ്ട് ഇത് വറുത്ത് ചെയ്യണം. പാചകക്കാരൊക്കെ ചെയ്യില്ലേ? അത് കൊണ്ടു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോയാൽ പറ്റുമോ? നല്ല കോൺസെപ്റ്റാ. കാരണം കേരളത്തിന് പുറത്തു പോയാൽ കേരള മീൽസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇതിപ്പോ നമുക്ക് മേടിച്ചോണ്ട് പോയാൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അതെ, കാക്കിഞ്ഞ നാളെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് നാളെ പറ്റിയില്ല. മേലാത്തപ്പോഴേ അസുഖമൊക്കെ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മേടിച്ചു വെച്ചാ എന്നാലും ചൂടാക്കി എടുത്താൽ മതി. ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര സൗകര്യമായിട്ട് എനിക്ക് തോന്നി. വളരെ ശരി. ഇനി വല്ല മേടിച്ചപ്പോ ഇതിന്റെ കൂടെ അരി ചോറ് മേടിച്ചു. അമ്മ എന്തായാലും ചോറ് വെച്ചത് എനിക്ക് അറിയാമായിരുന്നു. നന്നായി.
അതുകൊണ്ട് പിന്നെ ഞാൻ ചോറ് എടുത്തില്ല. സാധനങ്ങൾ സെപ്പറേറ്റ് മേടിച്ച് ചോറ് നമ്മൾ ശരിയാക്കി. എത്ര എണ്ണം ഉണ്ട് ഒരു പാക്കറ്റിൽ? അത് നോക്കില്ല. ഇതിന്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറു മധുരം ഇല്ല, കാണിച്ചില്ല, അതെടുത്ത് കാണിക്കാം. ഒരു ചെറു മധുരം കഴിച്ച ഫിനിഷ് ചെയ്യാം. അതെ, എല്ലാവരും ഊണ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇച്ചിരി ഡിലേ ആയി. ഞങ്ങളുടെ ഈ സമുദ്ര സദ്യ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതി വന്നോ? കുറച്ച് മീനൊക്കെ മേടിച്ചാ കഴിക്കുന്നേ, കറിയൊക്കെ വെച്ചേ. എന്തെങ്കിലുമൊക്കെ 1-2 ഡിഷസ് ഒക്കെ മതി. പൈനാപ്പിൾ ബോൾ, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. 199 രൂപയാണ് വില. അപ്പൊ അതിന്റെ പാക്കിംഗ് ഒക്കെ നല്ലതാണ്. പാക്കിങ് പുറത്തേക്ക് എടുത്തു, ഇനി ഡപ്പയിലിട്ട് വെക്കാം. ട്രെയില് നല്ല വൃത്തിയായിട്ടൊക്കെ പാക്ക് ചെയ്ത സാധനമാണ്. ഞാൻ പൊട്ടിച്ച് 3-4 തിന്നു. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ഫുൾ സീൽഡാണ്. പൈനാപ്പിൾ ആയതുകൊണ്ട് ആസ്വാദികരമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഒരു പുളിരസം ഉള്ളതുകൊണ്ട് വളരെ ആസ്വാദികരമാണ്. ശരിയാ, പൈനാപ്പിളിന്റെ ഏതും പുളിപ്പുള്ളത് കൊണ്ടേ നമുക്ക് മട്ടിക്കൂല, വളരെ ടേസ്റ്റിയാണ്. ഞാൻ 3-4 കഴിച്ചു. കുഞ്ഞു ബോളായത് നന്നായി. അതും നല്ലതാ. കാരണം ഒരെണ്ണെടുത്ത് അതുകൂടി വായിലേക്ക് ഇടാനും. അത് പറഞ്ഞാലേ ഇപ്പൊ ഈ മധുരം കഴിക്കാനൊക്കെ റെസ്ട്രിക്ഷൻ ഉള്ളവർക്ക് ചെറുത് കഴിക്കാൻ മതി. മധുരത്തിന്റെ രുചി മുകുളങ്ങൾ നാവിന്റെ തുമ്പത്താണെന്നാണ്. അപ്പൊ അതുകൊണ്ട് നാവിന്റെ തുമ്പ് കൊണ്ടാണ് മധുരം കഴിക്കേണ്ടതെന്നാണ്, ആസ്വദിക്കേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ച നാവിന്റെ മിഡിലായിട്ടാണ്. ഞാൻ തുമ്പലൊന്നും വെക്കാറില്ല, വയലേക്ക് എറിയും. ചെറുതല്ലേ, ഗ്രാം എത്രയാ? എണ്ണ ഒന്നും അറിഞ്ഞിരിക്കണമെന്നാണ്. എണ്ണ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഗ്രാം ഉണ്ടാവും. 49 rupees ഓഫർ ആണോ? മാനുഫാക്ചർഡ് ബൈ ഐസോ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുമാരപുരം, എറണാകുളം. ഇൻഗ്രീഡിയൻസ്: പൈനാപ്പിൾ, ഷുഗർ, കോക്കനട്ട്, റൈസ് ഫ്ലോർ, ഗീ. അങ്ങനെ അത്രേ ഉള്ളൂ. റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണത് അവലോസൂടി ആയിരിക്കും. അതെ, 275 grams, 199. ഇതിന് ഒരു പ്രത്യേക ഓഫർ ഉണ്ട്, 49 rupees. ഞാനൊരു ഉണ്ടായിട്ടെടുക്കട്ടെ. നല്ല രുചിയത്. ചെറുതായതുകൊണ്ടേ ഇതാകുമ്പോ വലിയ എന്തോ സാധനം കഴിച്ചു എന്നൊരു തോന്നലില്ല. 4 മണിക്ക് ആഹാരമാണ്. കൊച്ചുമോന് വേണിച്ചിട്ട് നിങ്ങളുടെ പണ്ട് കൊണ്ടുവന്ന ഓർക്കണോ? ആണ്ടൂർ വാനിക്ക് വന്നപ്പോ അത് കാക്കനാട്ടില് ഒരു ലേഡി ഉണ്ടാക്കണം. കാക്കനാട്ടില് കുറേ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ സമുദ്ര സദ്യയും മധുരവും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്തിന്റെയാന്ന് പറ. എന്തിന്റെയാ? 3 lakhs ഇവിടെ ഒപ്പിച്ച് വെച്ചതാട്ടോ. രാവിലെ എന്നോട് പറഞ്ഞ ഇങ്ങനെ കറികളൊന്നും തയ്യാറാക്കണമെന്നില്ലാട്ടോന്ന്. അതെന്നാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അതൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. ചോറ് വെക്കണമെന്നും പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം എടുത്തോണ്ട് വന്നു. പാക്കറ്റുകൾ മുറിയുന്ന പാക്ക് ചെയ്ത് ഒരു കണ്ടെയ്നറിൽ വെച്ചേക്കുമായിരുന്നു. അപ്പം ലഡു മേടിച്ചോണ്ട് വന്നു. പൈനാപ്പിൾ ലഡു. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. നമ്മൾ കഴിച്ചിട്ട് നമുക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും അഭിപ്രായങ്ങളും മാത്രമേ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഈ കമ്പനിയെക്കുറിച്ചോ ഒന്നും തന്നെ കൂടുതലായിട്ട് അറിയില്ല കേട്ടോ. എല്ലാവരെയും പോലെ തന്നെ പരസ്യങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പ്രൊമോഷൻ അല്ലാന്ന് എത്ര പറഞ്ഞാലും ചിലർ വീണ്ടും കമൻറ്റ് ചെയ്യാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യണേന്ന്. അതാണ് കേട്ടോ വീണ്ടും പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും വീട്ടിലൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മറ്റു ഫാമിലി മെമ്പേഴ്സിനോടും അത് പറയാറില്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ പെട്ടെന്നൊരു സദ്യ ഒരുക്കുന്നതിൽ അമ്മയ്ക്കൊരു റെസ്റ്റ് എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം. പിന്നെ വളരെ വ്യത്യസ്തമായ സമുദ്ര സദ്യ എന്നൊരു കോൺസെപ്റ്റ് കഴിക്കാം എന്നുള്ളത് രണ്ടാമത്തെ ഉദ്ദേശമായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ കഴിക്കണമെന്നൊന്നും ഞങ്ങൾ ആരോടും റെക്കമെൻഡ് ചെയ്യുന്നതും അല്ല. ഞങ്ങളുടെ ഒരു ദിവസത്തെ ഹാപ്പിനെസ് ജസ്റ്റ് എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ, നാളെ കാണാം.